RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുഫാക്ചറിംഗ് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന എൽ ക്ലാസിക്കോയെ കുറിച്ചാണ്. അതും വെറും എൽ ക്ലാസിക്കോ അല്ല, സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനൽസും കൂടിയാണ്. അതെ, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന രണ്ട് ടീമും ഫൈനലിൽ വരുന്ന എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നാണ്. ബാർസലോണ അത്ലറ്റിക് ബിൽബാവിനെ 5-0 കുഴിച്ചു മൂടിയെന്ന് തന്നെ പറയാം അല്ലെ. അതെ, അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് അത്ലറ്റിക് മാഡ്രിഡ് 2-1 പരാജയപ്പെടുത്തിയിട്ടാണ് ഈ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ജിദ്ദയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30, നാളെ പുലർച്ചെ ആണ് കറക്റ്റ് ആയിട്ട് സമയം പറഞ്ഞാൽ വരിക. UAE സമയം 11 മണിക്കാണ് മത്സരം നടക്കാൻ പോണ്. സൗദിയിൽ 10 മണിക്കാണ്. അപ്പൊ സൗദിക്കാരൊക്കെ നാളെ മുതൽ എൽ ക്ലാസിക്കോന്റെ സ്റ്റാറ്റസുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറയ്ക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപാട് മലയാളികൾക്ക് അവരുടെ പ്ലേയേഴ്സിനെ കാണാൻ, ലമാലിനി പാപ്പനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സുവർണ അവസരമായിരുന്നു. ഇപ്പോ 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോ അതില് റയൽ മാഡ്രിഡിന്റെ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ ബാഴ്സലോണയുടെ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. 2 ടീമിനും അവരുടെ ഹോം ഗ്രൗണ്ട് പോലെ തന്നെയായിരുന്നു ആ മത്സരം ഉണ്ടായിരുന്നത്. അപ്പോ നാളത്തെ ഹോം ഗ്രൗണ്ട് ആർക്കായിരിക്കും അനുകൂലം ചോദിച്ചാൽ സൗദിയിൽ അത്യാവശ്യം ബാഴ്സയ്ക്ക് അത്യാവശ്യം നല്ലപോലെ ഫാൻസ് ഉണ്ട്, അതേപോലെ തന്നെ റയൽ മാഡ്രിഡിന് നല്ലപോലെ ഫാൻസ് ഉണ്ട്. അപ്പോ നാളത്തെ കളിയിൽ എന്തായിരിക്കും നാളത്തെ കളി റിസൾട്ട്, ആര് ജയിക്കാനാണ് ചാൻസ്? നാളത്തെ കളി ഒരു ഫാന്റാസ്റ്റിക് കളിയായിരിക്കും, കാരണം ഇത് എൽ ക്ലാസിക്കോ. അത് പറയാനൊന്നുമില്ല, അത് മൈൻഡ് ബ്ലോയിങ് ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഏതെങ്കിലും ഒരു ടീം പൂർണ്ണ ആധിപത്യത്തോടുകൂടി വിജയിക്കും. ഒരു ഫാൻസുകാർ സന്തോഷിക്കുമ്പോൾ പിന്നെ മറ്റൊരു ഫാൻസുകാർ സങ്കടപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. അപ്പൊ വെല്ലുവിളികളും അതേപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പിന്നെ ഈ സീസണിൽ ഇവർക്ക് രണ്ടുപേർക്കും ആദ്യത്തെ ട്രോഫി നേടാനുള്ള അവസരമാണിത്. ആദ്യ ഫൈനലാണ്. അതേപോലെ സാബി അലോൺസിക്ക് തങ്ങളുടെ കരിയറിലെ ഫസ്റ്റ് കിരീടം നേടാനുള്ള അവസരം റയൽ മാഡ്രിഡിന്. അതേപോലെ ഹൻസിഫ്ലിക്കിന്റെ പ്രത്യേകതയുണ്ട്, ഇതുവരെ കളിച്ച ഫൈനലുകളിലൊന്നും ആശം തോറ്റിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പോ എന്തായാലും തീ പാറുന്ന നടന്ന മത്സരങ്ങളിൽ ബാഴ്സലോണന്റെ 16ാമത്തെ സ്പാനിഷ് സൂപ്പർ കപ്പ്, റയൽ മാഡ്രിഡ് 14ാമത്തെ സൂപ്പർ കപ്പ്. റയൽ ജയിക്കുകയാണെങ്കിൽ 14ാമത്തെ സ്പാനിഷ് സൂപ്പർ കപ്പും, ബാഴ്സ ജയിക്കുകയാണെങ്കിൽ 16ാമത്തെ. ബാഴ്സയാണ് ഏറ്റവും കൂടുതൽ സ്പാനിഷ് സൂപ്പർ കപ്പ് അടിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. ബാഴ്സലോണ ലാസ്റ്റ് കളിയിൽ ഇവിടെ എന്തോ സർക്കിൾ 15 ഇട്ടുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം റയലിനെ കോപ്പി ചെയ്യണമെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നത്. റയൽ വേറെ, അത് എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞിട്ട് റയൽ വരും. നാളെ പരാജയപ്പെടുകയാണെങ്കിൽ അവര് എപ്പോ പരാജയപ്പെട്ടാലും ഞങ്ങൾക്ക് 15 കപ്പ് വരിക. അപ്പൊ പിന്നെ അത് ഇത് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇത് സ്പാനിഷ് സൂപ്പർ കപ്പ്. ഈ സൂപ്പർ കപ്പ് എങ്ങനെ തിരഞ്ഞെടുക്കുന്ന പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കോപ്പ ഡെൽ റേയിലും അതേപോലെ തന്നെ ലാലിഗയിലും ഫസ്റ്റ് പ്ലേസ് ഉള്ളവരും റണ്ണറപ്പുമാരാണ് വരുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ സ്പാനിഷ് സൂപ്പർ കപ്പിലും ബാഴ്സലോണ വിജയി, അതേപോലെ റയൽ മാഡ്രിഡ് വിജയി. ലാലിഗയിലും റയൽ മാഡ്രിഡ് റണ്ണറപ്പും അതേപോലെ ബാഴ്സലോണ വിജയി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ 3rd പൊസിഷനിലുള്ള അത്ലറ്റിക് മാഡ്രിഡും 4th പൊസിഷനിലുള്ള അത്ലറ്റിക് ബിൽബാവും വന്നിട്ടാണ് ഇങ്ങനെ ഒരു സെമി ഫൈനൽ വരുന്നത്. ഇതിപ്പോ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ഒരു ഫോർമേഷൻ ആക്കിയിട്ട്. അപ്പൊ എന്തായാലും നാളെ സൗദിയില് ഒരു പൊട്ടിപ്പൂരായിരിക്കും. തൃശ്ശൂർ പൂരത്തിന്റെ വെട്ടിക്കെട്ട് പോലെയായിരിക്കും നാളെ ഉണ്ടാവുക. എന്തായിരിക്കും നാളെ ആര് ജയിക്കാനാണ് ചാൻസ്? നാളെ പ്രൊഡിക്ഷൻ ആയിട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പഴയ കാലത്തേക്ക് പോകണേ. നിങ്ങളുടെ ഫേവറേറ്റ് എൽ ക്ലാസിക്കോ എന്താന്ന് പറഞ്ഞേ? എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് നമ്മുടെ 2005 തോന്നുന്നുണ്ട്. ഞാനൊക്കെ കളി കാണാൻ തുടങ്ങിയ സമയത്തിനോട് കളി കാണാൻ തുടങ്ങിയിട്ടില്ല. റൊണാൾഡീനിയോന്റെ ഒരു കളി ഉണ്ടായിരുന്നു. റൊണാൾഡീനിയോ 3-0 പരാജയപ്പെടുത്തിയ ഒരു മത്സരമുണ്ട്. അതില് മൊത്തം കാണികൾ, റയൽ മാഡ്രിഡിന്റെ കാണികള് ഒരു ബാഴ്സലോണ പ്ലെയറിന് വേണ്ടി എണിച്ചു നിന്ന് കൈയടിച്ച ഒരു കളി ഉണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാല് ആ ഒരു ട്രിപ്പിളിങ്ങും കാര്യങ്ങളൊക്കെ, ആ 2 ഗോൾ റയലിന്റെ ഡിഫൻസിലേക്ക് കീറി മുറിച്ചിട്ടാണ് റൊണാൾഡീനിയോ പറഞ്ഞ ചങ്ങായി 2 ഗോൾ അടിച്ചത്. ഫസ്റ്റ് ഗോൾ അടിച്ചത് ഏറ്റവും അങ്ങനെ ഒരു കിടിലം പെർഫോമൻസ്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നത് ബാഴ്സ 5-0 റയലിനെ പരാജയപ്പെടുത്തുന്ന പീക്ക് ഇങ്ങനെ 5 ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചൊരു കളി ഉണ്ടായിരുന്നു. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കളി 2017. അത് പിന്നെ പറയണ്ടല്ലേ, മെസ്സി ആയിരിക്കും. അത് എനിക്കും എന്റെ ഫേവറേറ്റിലുള്ള അത് ഇഞ്ചറി, മെസ്സിക്ക് ഇഞ്ചറി ആയിട്ട് പുറത്തു നിന്നിട്ട് ബ്ലീഡിംഗ് ആയിട്ടൊക്കെ വന്നിട്ട് ലാസ്റ്റ് അങ്ങോട്ട് ഷർട്ട് നോക്കിയാണ്. അത് 2-2 സമയത്തായിട്ട് അവസാന മിനിറ്റുകൾ 90+ മിനിറ്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ബാഴ്സയുടെ കോർണർ കിക്കിന്റെ ഭാഗത്ത് നിന്ന് സെർജിയോ റോബർട്ടോ കൊണ്ടുപോകുന്ന ബോളാണ്. അത് ഡിഫൻസിന്റെ കുറെ പ്ലേയേഴ്സിനെ മാർസലോനെ ഒക്കെ മറികടന്ന് സെന്ററിലൂടെ അങ്ങനെ റയലിന്റെ പെനാൽറ്റി ബോക്സിലേക്ക് പോകുമ്പോൾ ഗോമസിനാണ് ഈ പാസ് ഇട്ട് കൊടുക്കുന്നത്. ഗോമസ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒരു നേരം ഇങ്ങനെ പരിഗി നിൽക്കുന്ന സമയത്താണ് ഓവർലാപ്പ് ചെയ്ത് വരുന്നത് നമ്മുടെ ജോഡി ആൽബ. ആ ജോഡി ആൽബിക്ക് ഇങ്ങനെ ബോക്സിന്റെ കോർണറിലേക്ക് ഇങ്ങനെ ഉരുട്ടി നൽകുന്ന ബോള് എവിടെ നിന്നാണ് ഈ ചങ്ങായി മെസ്സിയെ കണ്ടതെന്ന് ഒരു പിടിയില്ല. ആ ബോള് പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിലോട്ട് കർവിലായിട്ട് ഇങ്ങനെ ക്രോസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സുവാരസ് അതിന് കറക്റ്റായിട്ട് പോസ്റ്റ് ഓപ്പൺ ആയി കൊടുക്കുന്നുണ്ട് ഒരു സീനുണ്ട്. എവിടെ നിന്നാണ് ലയണൽ മെസ്സി വന്നതെന്ന് ആർക്കും പിടുത്തൂല. ചങ്ങായി ഗോൾ കീപ്പറെ, ആരായിരുന്നു ഗോൾ കീപ്പർ? നവാസിനെ കാഴ്ചക്കാരനാക്കി. നവാസ് ഇങ്ങനെ ഡൈവ് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ആ ബോൾ ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഗോൾ വല്ലിൽ ചുംബിക്കുന്ന ഒരു നിമിഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് റയൽ മാഡ്രിഡിന്റെ ഫാൻസിന്റെ മുമ്പത്ത് പോയിട്ട് ഈ ജേഴ്സി ഊരിട്ട് ഒരു നിൽപ്പുണ്ട്. എന്റെ പൊന്നോ, കോരിത്തരിപ്പിക്കും. അത് പറഞ്ഞാല് അന്ന് ഞാൻ കളി കാണുന്ന സമയത്ത് നമ്മുടെ റൂമിൽ 3 ബാഴ്സ ഫാൻസും 4 റയൽ ഫാൻസ് ആയിരുന്നു.
അങ്ങനെ 2-2 ഇങ്ങനെ സെക്കൻഡ് ഗോൾ അവർ തിരിച്ചടിച്ചപ്പോ ഇങ്ങനെ ഭയങ്കര ആഹ്ലാദത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവരെ നിശബ്ദരാക്കിയിട്ട് ആ ഒരു വൈബൊക്കെ വേറെ തന്നെയാണ്. ഫ്രാൻസിന്റെ കൂടെ അതും റയൽ മഡ്രിഡ്, അതേപോലെ റയൽ മഡ്രിഡ് ബാഴ്സലോണയുള്ള കളി, അതേപോലെ തന്നെ ബ്രസീല് അർജന്റീനയായിട്ടുള്ള കളിയൊക്കെ ഫ്രാൻസിന്റെ കൂടെ ഇരുന്ന് കണ്ടിട്ട് അതിൽ വിജയിക്കാന്ന് പറയുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയാണ്. നിങ്ങൾ പുതിയ ജേഴ്സി ഇപ്പൊ മിഡ് സീസണിൽ ഇറങ്ങിയതിന് ഇത് നിങ്ങൾ പറഞ്ഞ ഫേവറേറ്റ് മാച്ചിനെ കുറിച്ചൊക്കെ ഉണ്ട്. ആ സിഗ്സാഗ് പാറ്റേൺ ഇല്ലേ ബാർസലോണ പുതിയ റൊണാൾഡീനോയുടെ മൂവ്സും, പിന്നെ അതിൽ ആരും കാണാത്ത ഒരു കാര്യമുണ്ട് ഈ സ്ഥലമായിട്ട് കോളർ ഏരിയയിലായിട്ട് ആ കളി 2005 എത്രാമത്തെ മിനിറ്റിലൊക്കെ ഗോൾ അടിച്ചിരുന്ന ആ നമ്പറൊക്കെ ഇതൊക്കെ റയലിനെ ട്രോൾ ചെയ്ത പരിപാടിയാണ് കേട്ടോ. അത് ട്രോളിനൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അതവര് കാറ്റഗറി കാണിച്ചതാണ്. അപ്പൊ റയൽ ഫാൻസ് ഒക്കെ കുറെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എഴുതാൻ എന്നെ കോളർ തയ്യില്ല എന്നൊക്കെ. പക്ഷെ ഏറ്റവും കൂടുതൽ വിന്നിംഗ് മൂവ്മെന്റ്സ് നടന്നിട്ടുള്ള വിന്നിംഗ് ഗോളുകൾ കൂടുതൽ റയലിനെതിരെ അടിച്ചിട്ടുള്ള ബാഴ്സലോണയാണ്. അതിൽ 5 ഗോളിന്റെ ഇപ്പൊ ഈ അടുത്ത് 100 മത്സരങ്ങൾ എങ്ങനെയായി മൊത്തം ബാഴ്സലോണ 5 ഗോൾ അടിക്കുന്നത്. ഇപ്പൊ ഈ ലാസ്റ്റത്തെ ഇപ്പോ ലീഗിൽ മത്സരങ്ങൾ അടക്കം നോക്കുമ്പോൾ 100 മത്സരങ്ങളായിട്ടുണ്ട് ഈ 5 ഗോൾ അടിക്കുന്നത്. അപ്പൊ എന്നാലും പറയും നാളത്തെ കളിയിൽ ആരാണ് ജയിക്കാന്ന്. എന്റെ ഒരു കണക്കില് എന്റെ ഒരു ഇങ്ങനെ മനസ്സ് പറയുന്നത് ഒരു സമനിലയ്ക്കുള്ള സ്കോപ്പാണ്. പക്ഷെ സമനിലയായിട്ട് കാര്യമില്ല, സമനിലയാണെങ്കിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എന്തായാലും ജയിക്കണമല്ലോ. എക്സ്ട്രാ ടൈം ഉണ്ടാവില്ല നാളത്തെ മത്സരത്തില്. അപ്പൊ ഡയറക്റ്റ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് അപ്പൊ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ആര് ജയിക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല, അത് മൂപ്പന്റെ കയ്യിലുള്ളത്. എന്നാലും നമ്മള് തീർച്ചയായിട്ടും തീരുമാനിക്കാം. ബാർസലോണ തോൽക്കുന്നു പറയാൻ കഴിയില്ല, അതാണ് ബാർസലോണ തോൽക്കുന്നു പറയാൻ കഴിയില്ല. അത് ബാഴ്സ ജയിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. പെനാൽറ്റിയിൽ വരും, പക്ഷെ സമനിലയാവുന്ന നാളെ ചാൻസ്. പക്ഷെ എന്ത് സംഭവിക്കാം, നാളെ എംബാപ്പയൊക്കെ പറന്നെത്തിയിട്ടുണ്ട്, അവിടുന്ന് ആ ഫ്ലൈറ്റ് പിടിച്ച് സൗദിയിൽ എത്തിയിട്ടുണ്ട്. എന്താ പറയുക, ഫൈനലിൽ എത്തിയ സ്ഥിതിക്ക് സാവിക്ക് എംബാപ്പ ഇല്ലാതെ മനസ്സിലാക്കിയിട്ടുണ്ട്. എംബാപ്പ പരിക്ക് മാറിയിട്ട് ഗ്രൗണ്ടിൽ ഉണ്ടാവും, നാളത്തെ മത്സരത്തിൽ എന്തായാലും ഉണ്ടാവുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മള് വേറെ ഒരു സൂപ്പർ താരമുണ്ട് ബാർസയിൽ അല്ലേ, ബാഴ്സയില് ഒരു സൂപ്പർ താരം നാളെ വരുന്നുണ്ട്. പക്ഷെ കളിക്കാനൊന്നല്ല, ഗാവിക്ക് അനുസ്മരണമായിട്ട് ആളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇന്നലെ ഹാൻസി ഫ്ലിക്ക് നമ്മുടെ പത്രസമ്മേളനത്തിൽ വന്നപ്പോ ജേഴ്സി കാണിക്കുമ്പോ അതിന് മുമ്പ് നമ്മളെ എസ്പാഞ്ഞോള് ഡെർബി നടന്ന സമയത്തും ആൾക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വരുന്ന സമയത്ത് ഗാവി കുറച്ച് ടൈം എടുക്കും. എന്തായാലും ഇനി ഒരു 2-3 മാസം കൂടി എടുത്തിട്ട് ചിലപ്പോ കളിക്കളത്തിലേക്ക് വരുള്ളൂ എന്ന് പറയാം. എന്താ പറയുക, എൽ ക്ലാസിക്കോയ്ക്ക് ഗാവി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടല്ലോ, അത് ഒരു വേറെ ലെവലാണ്. ആള് കൊടുക്കും, എനർജി ഫുള്ളായിട്ട് എടുത്ത് കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ നാളത്തെ കളിയിൽ യമാൽ വിസസ് എംബാപ്പെ ആയിരിക്കും മത്സരം. എന്തായാലും എംബാപ്പയ്ക്ക് ബാഴ്സയ്ക്കെതിരെ ഭയങ്കര പെർഫോമൻസ്. ഇപ്പോ ഏറ്റവും കൂടുതൽ ബാഴ്സയ്ക്ക് സ്കോർ ചെയ്തതിൽ 3-ാം സ്ഥാനത്തേക്ക് എംബാപ്പെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സാബി നാളെ എന്തായാലും എംബാപ്പയെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണെന്നല്ല, ലാസ്റ്റ് മത്സരത്തിൽ ഗ്രാസി അവരുടെ സ്ട്രൈക്കറായിട്ട് ഇറങ്ങിയിട്ട് വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. എൽ ക്ലാസിക്കോ ആണ്. എൽ ക്ലാസിക്കോയില് കുറച്ച് താരങ്ങള് രണ്ട് കോച്ചുകൾക്കും. അവൻ പറയും, നിന്റെ പ്രഡിക്ഷൻ പറഞ്ഞല്ലേ നീ? എന്റെ പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ബാർസ ജയിക്കും. പക്ഷെ ഈ ഫോമിൽ നോക്കുകയാണെങ്കിൽ റയലിന് ഹൈ ചാൻസ് ഉണ്ട്. പക്ഷെ മറ്റേ പ്ലാറ്റ്ഫോമിൽ വോട്ടിംഗ് നോക്കുമ്പോൾ ബാർസലോണയ്ക്കാണ് 1% കൂടുതൽ. ഫോമിൽ നോക്കണേ അവസാനത്തെ കണ്ടിന്യൂസ് കുറെ മത്സരങ്ങളൊക്കെ ജയിച്ച് ബാർസ നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ട് വരുന്നത്. റയൽ മഡ്രിഡ് നോക്കുകയാണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം. പക്ഷെ ലാസ്റ്റ് കളി റയലാണ് ജയിച്ചു ഈ സീസണിൽ. അതെ, ഈ സീസണിൽ. അപ്പോ കഴിഞ്ഞ സീസണിൽ 4 കളി ബാഴ്സലോണ ജയിച്ചതിന്റെ പകരം വീട്ടാനുണ്ട്. കഴിഞ്ഞ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനല് വിജയിച്ചതിന്റെ പകരം വീട്ടാനുണ്ട് റയൽ മഡ്രിഡിന്. അതിനുശേഷം ബാഴ്സയ്ക്ക് പിന്നെ ഫസ്റ്റ് ലീഗിൽ നടന്ന എൽ ക്ലാസിക്കോയിൽ നടന്ന തോൽവി 2-1 അതിന് പകരം വീട്ടാനുണ്ട്. അപ്പൊ നാളത്തെ മത്സരം എന്തായാലും അതെ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ വേറൊരു ഇതിലൊരു കാര്യം കൂടിയുണ്ട്. ഓരോ സീസണിലും 3-4 എൽ ക്ലാസിക്കോ ജയിച്ച സമയത്തൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 4 എൽ ക്ലാസിക്കോ ജയിച്ചിട്ടുണ്ട്, റയലും ജയിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ജയിച്ചത് 2-1. ഫസ്റ്റ് കളി ജയിച്ചത് 2-1. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ബാഴ്സലോണ സ്റ്റാർട്ട് ചെയ്ത് 2-1. ഇപ്രാവശ്യം റയൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2-1. അപ്പൊ ഈ സീസണിലുള്ള എൽ ക്ലാസിക്കോ തൂക്കോ റയലിൽ ഒരു അതെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അത് ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, അങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ നാളത്തെ എന്താണ് സ്റ്റാർട്ടിംഗ് ലൈനെ പറ്റി എന്താണ് ക്ലാസിക്കോയില് റയൽ മഡ്രിഡിന്റെ സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക് നോക്കി കഴിഞ്ഞാൽ എന്താ അറിയാലോ, ഇന്ന് ആരായിരിക്കും ഗോൾ കീപ്പർ ആയിട്ട്? അത് രക്ഷയില്ല. ആള് അവിടെ നിൽക്കുമ്പോ റയൽ മഡ്രിഡിന്റെ ഡിഫൻസിന്റെ ഒരു ധൈര്യം തന്നെ. എന്താന്ന് പറഞ്ഞാല് നമ്മള് വിട്ടാലും ബാക്കില് കോട്ടും ഉണ്ട് എന്നുള്ളൊരു ധാരണയാണ് അവർക്ക്. അത് കാരണം ഒരുപാട് കളികൾ ഈ സീസണിൽ നോക്കിയാൽ കഴിഞ്ഞ സീസണിലൊക്കെ കോട്ടും ഒരുപാട് കളികൾ റയലിൽ ജയിപ്പിച്ചിട്ടുണ്ട്. ഒരു സൈഡ് എംബാപ്പെ ഗോൾ സ്കോർ ചെയ്യുമ്പോൾ ഗോൾ വരാതെ വഴങ്ങാൻ നിൽക്കുന്ന മതിലാണ് ഈ കോട്ട എന്ന് പറയുന്നത്. ഡിഫൻസിൽ നോക്കണ ആയിരിക്കും സെൻട്രൽ ഹുയ്സൺ ഉണ്ടാവും. പിന്നെ റൂഡിഗർ. അവർ രണ്ടാണ്. റൂഡിഗർ എൽ ക്ലാസിക്കോന്റെ ഒരു എലമെന്റ് ആണ്. അപ്പൊ റൂഡിഗറിന് ചാൻസ് കൂടുതലാണ്. ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ആരൊക്കെയാണ്? അത് ഈ സൈഡ് വാൽവർഡെ ഉറപ്പായിരിക്കും. ഇപ്പോഴത്തെ
ഫാൻഗാഴ്സിയ ഉണ്ട് ഓപ്ഷൻ. ഫാൻഗാഴ്സിയ ഉണ്ടോ? ഫാൻഗാഴ്സിയ ഉറപ്പിക്കാൻ പറ്റില്ല. മറ്റാളായിരിക്കും ഉണ്ടാവുക. സെബയോസ് ഉണ്ടാവും. സെബയോസ് ഉണ്ടാവാറ്. സെന്റർ മിഡ്ഫീൽഡ് ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക. മിഡ്ഫീൽഡർ ഇത് ഏതായാലും ഉറപ്പാണ്. ചോമനി, കമവിംഗ, ബെല്ലിംഗ്ഹാം അവര് 3 ആയിരിക്കും. പിന്നെ ഫ്രണ്ട് 3 എന്തായാലും പറയണ്ട, എംബാപ്പെ പറഞ്ഞെത്തിയിട്ടുണ്ടാവും. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ അപ് ടൈം സെഷനിലേക്ക് ഇറക്കാം. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ലെവലിൽ എന്തായാലും ഗ്രാസിയൻ ആയിരിക്കും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് റോഡ്രിഗോ, വിനി ഉണ്ടാവുക. ബാഴ്സയിലേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും? ബാഴ്സയിലേക്ക് വരികയാണെങ്കിൽ ഗോൾ കീപ്പർ നമ്മളെ ഈ ചുമര് തന്നെ പറഞ്ഞ എസ്പാനിയോളിന്റെ എതിരായിട്ട് ചുമര് നിന്ന ആളാണ് ജോൺ ഗാർസിയ. ഗാർസിയ തന്നെ ആയിരിക്കും അല്ലെ? അതെ, ജോൺ ഗാർസിയ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സെന്റർ ബാക്കുകൾ നോക്കുകയാണെങ്കിൽ എന്റെ ഗുബാഴ്സിയും ഗാർസിയ ഉണ്ടാവുക. എറിക് ഗ്രാസിയും ഗുബാഴ്സിയും ഉണ്ടാവുക. എന്താണ് ജെറാർഡ് മാർട്ടിൻ എനിക്ക് അത്രത്തോളം എനിക്ക് ഈ എൽ ക്ലാസിക്കോ പോലുള്ള മത്സരത്തിൽ ഡിഫൻസിൽ നിർത്തുന്ന ഒരു ഡൗട്ട് ഉണ്ട്. ചില പറയാൻ പറ്റില്ല. അപ്പുറത്ത് ബാൾട്ട്, അപ്പുറത്ത് കുണ്ടെ, അത് അതിൽ മാറ്റൊന്നും. അപ്പൊ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിജോണും പെഡ്രി ഉണ്ടാവും. അപ്പൊ അടുത്ത ഓപ്ഷൻ ഒന്നെന്ന് പറഞ്ഞാല് ഫെർമിൻ ആയിരിക്കും. അല്ലെങ്കിൽ ഇവര് 4 തന്നെ അറ്റാക്കിലൂടെ കളിക്കണം. സെന്റർ മിഡ്ഫീൽഡ് റോഡ് കളിച്ചിട്ട് റാഷ്ഫോർഡും യമാലും 2 വിങ്ങുകളിലും സ്ട്രൈക്കർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫെറൻ ടോറസിന് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ കാണുന്നത്. പക്ഷെ സെക്കൻഡ് എന്താ പറഞ്ഞാല് ആള് കിടലായിട്ട് ഇപ്പോ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതായിരിക്കും സ്റ്റാർട്ടിംഗ് ലെവൽ. നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്റ്റാർട്ടിംഗ് ലെവൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചെയ്യുക. അതേപോലെ നാളത്തെ കളിയിൽ ആരായിരിക്കും ജയിക്കുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്യുക. റയൽ മാഡ്രിഡ് ആണെങ്കിൽ റയൽ മാഡ്രിഡ്, അതേപോലെ ബാഴ്സലോണ സ്കോർ ആണ്. അപ്പൊ നാളെ കളിക്കുന്ന മുമ്പ് ലൈവ് ഇടുന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എത്ര മണിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അറിയില്ല. നാളെ എന്താന്ന് പറഞ്ഞാല് ഷാർജയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നാളെ 8:30 ഷാർജ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഒരുപാട് ലെജൻസ് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ടോത്തി, കനവാറോ, മറ്ററാച്ചി, അബഡോള്, പിന്നെ കുറെ ലെജൻസുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇഷ്ടം പോലെ ബാജിയോ വരുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ 36ഓളം പ്ലേയേഴ്സ് ആണ് അണിനിരക്കുന്ന ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കുന്നുണ്ട്. അതിന് ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 25 AD, 50 AD, 80 AD, 100 AD. 100 AD എടുക്കുന്നവർക്ക് അതെ മീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അവർക്ക് 7 മണിക്ക് അവിടെ ഗേറ്റ് ഓപ്പൺ ആക്കുക. 7:15 മുതൽ അവരുടെ ഏതെങ്കിലും ലെജൻസിനെ അവർക്ക് മീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നുള്ളവർ ഡയറക്റ്റ് അവിടെ കൗണ്ടറിൽ എമിറേറ്റ്സ് ID, പാസ്പോർട്ട്, അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനത്തെ ഡോക്യുമെന്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഷാർജ ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് വെച്ചാൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ തൊട്ടന്നെയാണ് ഈ സ്റ്റേഡിയം വരുന്നത്. അപ്പൊ ദുബായ്, ഷാർജ, അജ്മാനുള്ളവർക്കൊക്കെ ഒരു അവസരമാണ്. അപ്പൊ നിങ്ങൾ നാട്ടിലുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ദുബായിലുള്ള UAE ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും അവർക്ക് ഉപകാരപ്പെട്ടിട്ട് അവരുടെ ലെജൻസിനെ കാണാൻ പറ്റുന്ന ഒരു അവസരമല്ല. ഞാൻ എന്തായാലും കാണാൻ പോകുന്ന ആബിദാലിനെയും ടോട്ടി, അതുപോലെ ടെറി, ഇവനെയൊക്കെ ഒന്ന് കാണുന്നുണ്ട്. എന്തായാലും അവരുടെ കളിയും കാണാനുള്ള അവസരമല്ല. അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ ഉണ്ടാകുന്ന നാളെ അവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വരാൻ വരുന്നവരൊക്കെ ഈ അവസരം മിസ് ചെയ്യാതെ കാണാൻ നോക്കാം. നമ്മളെ മീറ്റ് ചെയ്യാൻ നോക്കാം അല്ലെ? നമ്മളെ മീറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ മീറ്റ് ചെയ്യാൻ നമ്മൾ വലിയ സംഭവം ഒന്നല്ല, അത് വേറെ വിഷയം. അപ്പൊ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പരിചയപ്പെടാം. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു അല്ലെ? ഫുട്ബോളിലൊക്കെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അല്ലാതെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക.